അപ്പം കടങ്ങളങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണങ്ങൾ താലിമാല വരെ ഊരി ഈ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഊരി പണയം വെച്ചു. ഒന്നുമില്ല. എത്രയാന്ന് മമ്മി കുറേയൊക്കെ എടുത്തു തന്നു. എന്നിട്ടും അതും കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ ഈ ആശുപത്രി കേസ് വന്നപ്പോൾ പൈസ പിന്നെ ചിലവിന് വേണ്ടേ. അത് കഴിഞ്ഞപ്പോഴും ഉള്ളത് മൊത്തം കൊണ്ട് അങ്ങനെയും വെച്ച് സ്വർണ്ണങ്ങൾ മുഴുവൻ അങ്ങ് പണയം വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്ന കടയെ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ പറ്റിലായിരുന്നു ഓരോ മാസം ഒരു ചാക്ക് അരി അതിൻ്റെ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ പോയി മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അമ്മയെപ്പറ്റി എന്നെപ്പറ്റിയൊക്കെ ഇങ്ങനെ അപവാദങ്ങൾ പറയത്തില്ല ഒരിക്കലും. എന്താ ചെയ്തേ? വിഷം കഴിച്ചു ഞാൻ. അത് ശരി. 3 ദിവസം അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലൊരു ലെറ്റർ എഴുതി തന്നു. ഇനി മേലിൽ ഞാൻ വേറൊരു സ്ത്രീകളുമായിട്ട് ഞാനതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മേളിൽ ഞാൻ വേറൊരു സ്ത്രീകളുമായിട്ട് വേറൊരു ബന്ധത്തിന് പോവില്ല എന്നൊക്കെ ഒരു ലെറ്ററൊക്കെ എഴുതി എൻ്റെ കയ്യിൽ ഒപ്പൊക്കെ ഇട്ട് തന്നു. പുള്ളിക്കാരൻ്റെ കൈ തെറ്റില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യില്ലല്ലോ. പ്രണയത്തിന്റെ രാജകുമാരനാണ് കാസിനോവ. ഒരേ സമയം അസംഖ്യം കാമിനിമാരുടെ മനം കവർന്ന മന്മഥൻ. ജീന തന്റെ ഭർത്താവിനെ കുറിച്ച് ആരോപിക്കുന്നതും ഇതേ കഥ തന്നെ. ഞാൻ അപ്പം അതിൻ്റെ ആ ഒരു ദേഷ്യത്തിന് ഞാൻ പപ്പായോടും അനിയത്തിയോടും 1 മാസത്തോളം വീട്ടിൽ കയറാതിരുന്നു. വീട്ടിൽ പോകത്തുമില്ലായിരുന്നു. കാരണം എത്രയാന്ന് പറഞ്ഞാലും മോള് ഇങ്ങനെ കിടക്കുമ്പോൾ എത്രയാന്ന് പറഞ്ഞാലും വരത്തില്ലേ. പക്ഷെ ആശുപത്രി പപ്പ വന്നു കണ്ടും വെച്ച് പപ്പ അങ്ങ് പോയി. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത് പപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പപ്പ. കാരണം ഇന്നേ വരെ ഇപ്പോഴും ഈ അനീഷ് ഇങ്ങനെ നടക്കുന്നത് ഇന്നേ വരെ ഒരു വേണ്ടാത്ത കാര്യം പപ്പ ഇന്നേ വരെ അനീഷിനെ പറ്റി പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ള കാര്യത്തിനെല്ലാം സഹായിച്ചിട്ടേ ഉള്ളൂ. പൈസ എന്തൊരു കാര്യത്തിന് അതിനും കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. ഇന്നേ വരെ പപ്പയുടെ വായിൽ നിന്ന് അനീഷിനെ പറ്റി വേറെ ഒന്നും കേട്ടിട്ടില്ല. പിന്നെ ഇതിനിടയ്ക്കാണോ കുഞ്ഞുണ്ടാകുന്നത്? അല്ല, അതും കഴിഞ്ഞു. ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് അത് കഴിഞ്ഞ് ഈ വണ്ടിയൊക്കെ എടുത്ത് കൊടുത്ത് സൈലമൊക്കെ എടുത്ത് കൊടുത്ത് അവരങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മമ്മീൻ്റെ അടുത്ത് വന്ന് നീ ഒരു കാര്യം ചെയ്യ് അനീഷിനോട്. അപ്പം കടമല്ലേ, ഫുൾ കടം, സ്വർണ്ണങ്ങൾ മുഴുവൻ പടം. എനിക്ക് 1 ദിവസം 2 ദിവസം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നേരാണോ എന്നറിയാൻ. അപ്പോൾ എനിക്ക് സംശയം തോന്നി. അപ്പം പുള്ളിക്കാരൻ വണ്ടി റോഡിൽ നിന്ന് ഇറക്കി താഴെ ഇട്ടിട്ട് അപ്പം ജനലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്തോ കൊണ്ടുവന്ന് ഈ കാറിനടി വെക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഒരു ദിവസം ഇച്ചിരി കഴിച്ചിട്ട് വന്നതിൻ്റെ അന്ന് കിടന്നങ്ങ് ഉറങ്ങുമല്ലോ. ഞാനൊരു 9 അപ്പം എന്നും ഈ 8 മണിക്ക് പോയിട്ട് ഈ ഫോൺ ചെയ്തും വെച്ചാണ് 10 മണിയാകുമ്പോൾ ഇറങ്ങി വരുന്നത്. ഒരു ദിവസം ഇച്ചിരി അടിച്ചിട്ട് വന്ന് അവിടെ കിടന്ന സമയത്ത് എനിക്കറിയാം ഇറങ്ങി വരത്തില്ലെന്നാണ്. ഞാൻ കതവ് തുറന്ന് വണ്ടി ഇടുന്നിടത്ത് കയറിപ്പോയി ചെക്ക് ചെയ്തപ്പോൾ ഒരു ഫോണാണ്, ഒരു ഫോണ്, അതിനകത്തൊരു സിം. അപ്പം ഞാൻ അതിൽ ലോക്കൊന്നുമില്ല. അപ്പം പുള്ളിക്കാരെ യൂസ് ചെയ്യുന്ന ഫോണല്ല. ഇല്ല ലേഹയുടെ പ്രശ്നം വന്നേ പിന്നെ സെക്യൂരിറ്റി കോഡ് ഇട്ടേ വെക്കത്തുള്ളൂ. നമ്മളെ കൊണ്ട് തൊടിപ്പിക്കാൻ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അപ്പം അന്നേ എനിക്ക് മനസ്സിലായ കള്ളത്തരങ്ങളുണ്ടെന്നുള്ളത്. ഈ ഫോൺ കിട്ടിയപ്പോൾ ഇതിനെ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ മെസ്സേജുകളുണ്ടായിരുന്നു. ഈ മെസ്സേജുകളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വണ്ടിയുടെ ഈ പുള്ളിക്കാരിയാണ്. കാരണം അതിനകത്ത് അവരുടെ ഇളയ മകനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ നിൽക്കുമ്പോഴേ എന്നോട് ഇതുപോലെ ഇത്രയും സ്വീറ്റായിട്ടൊരു മെസ്സേജ് എനിക്ക് കിട്ടില്ല. അതുപോലത്തെ മെസ്സേജുകളാണ് അയച്ചിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പെണ്ണ് സഹിക്കത്തില്ല, ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നും. സത്യം. അന്ന് ഞാൻ എന്നിട്ട് ഈ ഫോൺ കാണിച്ചില്ല. കാരണം അറിയണമല്ലോ ഇങ്ങനൊരു ഫോൺ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം അറിയണമല്ലോ. പിറ്റേ ദിവസം നേരം എടുത്ത് പുള്ളിക്കാരനെ പോകാൻ എങ്ങാണ്ട് ഒരുങ്ങി വണ്ടി എടുക്കാൻ റോഡിൽ ചെന്നിട്ട് ഈ ഫോൺ തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ പുറന്നെടുകയാണ് കാണിച്ചു. നീ എന്തുവടി പറഞ്ഞു, നീ എന്തുവടി എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. സത്യം വേണം, ഞാൻ എൻ്റെ മലയാളപ്പുഴയമ്മ സത്യം, എൻ്റെ കുഞ്ഞാണ് സത്യം. ഞാൻ പറയുക ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ എന്നിട്ട് ആ വയറും എടുത്തുകൊണ്ട് തിരിഞ്ഞ് ഞാൻ എന്താ ഈ അമ്മയുടെ മുടിക്കെല്ലാം കൂടെ കയറി ഇങ്ങനെ പിടിച്ചു. അന്നേരം ഈ അനീഷ് ഓടി വന്നിട്ട് പറഞ്ഞു നീ നിൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഒന്നും ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യുന്നത്. പക്ഷെ ഞാൻ പ്രതികരിച്ചേനെ അന്ന്. സത്യം ഞാൻ തിരിച്ചടിച്ചതിന് അത്രയ്ക്ക് വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചടിക്കാൻ എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മാത്രം ഒന്നും ചെയ്തില്ല. ഇന്ന് ഈ അമ്മ പറയുന്നത് ഞാൻ അമ്മയെ അടിച്ചത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു. എനിക്ക് പക്ഷേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അന്ന് ഞാൻ ആ വീട്ടിൽ എന്നിട്ട് ഈ അമ്മ ഈ വഴക്ക് നടന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള അന്ന് ഇതായി ഞാൻ സൈബർ സെല്ലിൽ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനേ. ഈ അമ്മ അടിക്കുന്നത് ഇല്ല. ഇതെല്ലാം കണ്ടോണാണ് എൻ്റെ ഭർത്താവ് നിന്നത്. അത്രയും നാളെ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നതാണ്. ഇതെല്ലാം കണ്ടതുവാ. ഇപ്പം എൻ്റെ ഭർത്താവ് തിരിച്ചു പറഞ്ഞു. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ആ പോക്ക് എന്നോട് പറഞ്ഞു എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു നീ നോക്കിയോടി ഒന്നിനും നിൻ്റേത് 3-ാം മാസം ഞാൻ അലസിപ്പിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ പ്രസവിക്കുന്ന ചാവിള്ളയായിരിക്കുമെന്ന്. അപ്പം ഞാനും ഓർത്ത് വേറെ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഇത് വേണ്ടായോ. ഇതിപ്പോൾ അവർ തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? വണ്ടി അവരുടെ അല്ലേ, വണ്ടി അവരുടെ പേരിലാണ്. തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ എന്നോട് പറഞ്ഞു നീ വീട്ടിൽ കയറി നിർത്തുക. അങ്ങനെ ഈ 3-ാം മാസം എന്നെ കൊണ്ട് അനീഷ് കൊണ്ട് വീട്ടിൽ നിർത്തുക.